അർജുനെ അവസാനമായി അന്ത്യയാത്ര നൽകാൻ വേണ്ടി ആളുകളുടെ നീണ്ട വരിയുണ്ട്. അവരെല്ലാവരും കണ്ട് അന്ത്യയാത്ര അഭിവാദ്യം അർപ്പിച്ച ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുക. അതുകൊണ്ട് തന്നെ അല്പസമയം നിശ്ചയിച്ചതിനേക്കാളും അല്പസമയം കൂടി വൈകിയാണ് സംസ്കാരം നടക്കുക. നിരവധി ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വിദൂരമായ ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് ഒരു പെരിന്തൽമണ്ണ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ വന്നതാണ്, സുഹൃത്തിനോടൊപ്പം ഇന്നലെ ഓട്ടോയിൽ അവിടെ നിന്നും ഓട്ടോ ഓടിച്ച് ഇവിടെ വന്നതാണ്. ഇന്നലെ രാത്രി അർജുൻ്റെ വീട്ടിന് സമീപമുള്ള സ്ഥലത്ത് ഓട്ടോ പാർക്ക് ചെയ്ത് ഓട്ടോയിൽ കിടന്ന് ഉറങ്ങിയതാണ് ആ ചെറുപ്പക്കാർ. അവരോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും മറ്റ് 2 പേർ കൂടി വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ മനുഷ്യത്വവും മനുഷ്യസ്നേഹവും സാഹോദര്യവും മാത്രം കൈമുതലാക്കിയ ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും വന്ന അർജുന അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും അതിനുള്ള അവസരം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതായത് അത്രയും ദൂരത്തു നിന്നൊക്കെ വന്ന ആളുകളുണ്ട്, അവർക്ക് അങ്ങനെ പോകേണ്ട സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. വീടിന് തൊട്ട് പിറകെ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അർജുൻ കളിച്ച് വളർന്ന, അവൻ പടുത്തുയർത്തിയ വീട്ടിൻ്റെ സമീപത്ത് പിറക് വശത്തോട് ചേർന്നുള്ളൊരു വശത്തായി സംസ്കാരം നടക്കും. അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ അല്പസമയം മുമ്പ് പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. അവരുടെ അവസാന സ്നേഹ കൈമാറ്റങ്ങൾ നടത്തി. അതിനുശേഷമാണ് പുറത്തേക്ക് കൊണ്ടുവന്ന് നാട്ടുകാർക്ക് കാണാനുള്ള അവസരം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകൾ നടക്കുക. അഭിലാഷ്. വീട്ടുവളപ്പിൽ ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എത്തിയ മുഴുവൻ ആളുകൾക്കും അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകും എന്നവിടെ നിന്ന് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഷഹീദ് പറഞ്ഞതുപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപാട് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവരൊന്നും അർജുനെ നേരിട്ട് കണ്ട് പരിചയമുള്ള ആളുകളല്ല. അർജുനെ വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ളവരാണ്. അർജുൻ എന്ന മനുഷ്യനോടുള്ള സാഹോദര്യം അനേക കിലോമീറ്ററുകൾക്കകലെ നിന്നും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അർജുൻ കേരളത്തിന്റെ മകനാണ്. അർജുൻ ജീവനോടെ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച അനേക ലക്ഷം ആളുകളുണ്ട് ഈ നാട്ടിൽ. അവരിൽ കുറെ പേർക്കെങ്കിലും അവിടേക്ക് കണ്ണാടിക്കലിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അർജുന് വേണ്ടി അവസാനമായി ഒരു കണ്ണീർ കണം പൊഴിക്കാൻ, ഒരു നോക്ക് കാണാൻ, അങ്ങനെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തിയ ആളുകളെയെല്ലാം അതിന് അനുവദിച്ച ശേഷമാകും അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ പൊതുദർശനമാണ്. പുഷ്പാലങ്കൃതമായ ആ പേടകത്തിലേക്ക് ഒരു പിടി പൂവിട്ട് ആളുകൾ മടങ്ങുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഒരു സെക്കൻഡ്, ഒരു നോക്ക് ഒന്ന് കാണാൻ അർജുൻ എന്ന പ്രിയപുത്രന് കേരളം ഇങ്ങനെയാണ് വിട നൽകുന്നത്. വലിയ 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 ജനനേതാക്കളുടെ അന്ത്യയാത്രകൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വലിയ ജനസഞ്ചയം ഉണ്ടായിട്ടുണ്ട്. അർജുൻ ഒരു സാധാരണ മനുഷ്യനാണ്, നമ്മളെ എല്ലാവരെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, നമ്മുടെ ഒരു സഹോദരൻ. അങ്ങനെ ഒരു മനുഷ്യന് ഇതുപോലെ ഹൃദയത്തിൽ നിന്ന് ഒരു യാത്രാമൊഴി ഉണ്ടാകുന്നു എന്നുള്ളത് എത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് കേരളം അർജുനെ കണ്ടത് എന്നതിൻ്റെ സൂചനയാണ്. എത്രമാത്രം കാത്തിരുന്നു കേരളം അർജുനെ എന്നുള്ളതിൻ്റെ നിദർശനമാണ് ഇത്. കേരളം അർജുന് വേണ്ടി കണ്ണീർ പൊഴിക്കുകയാണ്. ഏറ്റവും ഉറ്റ ഒരാൾ മടങ്ങുന്നതിൻ്റെ ഹൃദയഭാരത്തിൽ, ഏറ്റവും അടുത്ത ഒരാൾ വിടവാങ്ങുന്നതിൻ്റെ ഹൃദയഭാരത്തിലാണ് കേരളം അർജുന് നെഞ്ചോട് ചേർത്ത് വിട നൽകുന്നു.